പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ നാളെ ആരംഭിക്കും. ആലപ്പുഴയിലെ മണ്ഡലം കൺവെൻഷനോടെയാണ് പരിപാടികൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. വിഷു കഴിയുന്നതോടെ സജീവമായി പ്രചാരണ രംഗത്തിറങ്ങാനാണ് വി.എസ്. ആലോചിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പ്രചരണ രംഗത്ത് ഇടതുമുന്നണിയുടെ തുരുപ്പിച്ചിട്ട് വി.എസ്. തന്നെയാണ്. ഇക്കുറിയും അതിന് മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനായിരുന്നു വി.എസിന്റെ പ്രധാന ഇര. ബി.ജെ.പിക്കും ഉമ്മൻചാണ്ടിക്കുമെതിരായ പ്രഹരം ഒട്ടും കുറച്ചതുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. വി.എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നാളെ ആരംഭിക്കുകയാണ്. ആലപ്പുഴയിൽ തോമസ് ഐസക്കിന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്താണ് പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമാകുന്നത്. അന്ന് തന്നെ അരൂർ മണ്ഡല കൺവെൻഷൻ വി.എസ്. ഉദ്ഘാടനം ചെയ്യും. 5-ാം തീയതി തന്റെ മണ്ഡലമായ മലമ്പുഴയിൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വി.എസ്. വൈകിട്ട് പാലക്കാട് N.N. കൃഷ്ണദാസിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 6-ാം തീയതി കഴക്കൂട്ടം മണ്ഡല കൺവെൻഷനിലാണ് വി.എസ്. പങ്കെടുക്കുന്നത്. 8, 9, 10 തീയതികളിൽ മലമ്പുഴ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ കൺവെൻഷനുകളിൽ വി.എസ്. പങ്കെടുക്കും. മറ്റ് ജില്ലകളിലെ പ്രചരണം സംബന്ധിച്ച തീരുമാനങ്ങൾ വിഷുവിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും വി.എസ്. പ്രചരണ രംഗത്തിറങ്ങുന്നതോടെ ആരോപണങ്ങളും തിരിച്ചടികളുമായി പ്രചരണ രംഗം ചൂടുപിടിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകരും വിശ്വസിക്കുന്നത്. സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.